ഇറാൻ തുറമുഖത്തുണ്ടായ വൻ സ്ഫോടനത്തിന് അലയൊലികൾ ഒരു വശത്ത് ഉയരുന്നതിനിടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില പുതിയ അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ അമേരിക്ക ചർച്ചകൾ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമം നടത്തുന്നുവെന്നാണ് ആരോപണമുയർന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയാണ് ഇസ്രായേലിൻ്റെ ഈ ധിക്കാരപൂർവ്വമുള്ള നടപടിക്കെതിരെ രംഗത്ത് വന്നത്. ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. ഇതോടെയാണ് ഇറാൻ ഈ വിഷയത്തിൽ കൂടുതൽ പ്രകോപിതമാകുന്നത്. അമേരിക്കയുമായി ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകുന്ന ഇറാൻ പക്ഷേ ഇസ്രായേലുമായി വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നിലപാടും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഇറാനുമായി യുദ്ധത്തിന് പോകേണ്ടതില്ലെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് പക്ഷേ നെതന്യാഹു ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയേക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇറാൻ അമേരിക്ക ബന്ധം ശക്തിപ്പെടുന്നതും ഇറാനുമേലുള്ള അന്താരാഷ്ട്ര ഉപരോധം പിൻവലിക്കാൻ സാഹചര്യമൊരുങ്ങുന്നതും സയനിസ്റ്റ് രാജ്യത്തിന് അത്ര സുഖകരമായ വാർത്തയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രകോപനമുണ്ടാക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതും. ഇറാനുമായുള്ള നയതന്ത്രത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ആജ്ഞാപിക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജി പറയുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒമാനിൽ നടന്ന 3ാം റൗണ്ട് US ഇറാൻ ചർച്ചകൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പറഞ്ഞത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യത തള്ളിക്കളയാതിരുന്ന ഇസ്രായേൽ നേതാവ് ആണവ കരാറിൻ്റെ ഭാഗമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നത് തടയണമെന്ന ആവശ്യവും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. ഇറാനെ പൂർണ്ണമായി വലിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും നിർമ്മിക്കുന്നതിൽ നിന്നും വിലക്കുകയാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ഇറാനെ നിരായുധീകരിക്കുന്നതിലൂടെ പലസ്തീൻ വിഷയത്തിലും മറ്റും തങ്ങൾക്ക് നേരെ ഉയരുന്ന ശബ്ദത്തെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. മിഡിൽ ഈസ്റ്റിൽ തങ്ങൾ ചെയ്യുന്ന ആക്രമണങ്ങൾക്കും നിയമ ലംഘനങ്ങൾക്കുമെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ പ്രകോപനമുണ്ടാക്കുന്നത്. ഇറാനുമേലെയുള്ള അന്താരാഷ്ട്ര ഉപരോധം അവസാനിച്ചാൽ ആണവായുധത്തിന് പുറമേയുള്ള മറ്റായുധങ്ങൾ നിർമ്മിക്കുന്നതും കൂടുതൽ അന്താരാഷ്ട്ര വ്യാപാരം ചെയ്യുന്നതും ഇറാൻ തുടങ്ങും. ഇത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. തങ്ങൾക്കെതിരെ ഉയരുന്ന കൈകളുടെ ശക്തി വർദ്ധിക്കും. അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന ചൈന ഉൾപ്പെടെയുള്ള ശക്തികൾ ഇറാനോട് കൂടുതൽ അടുക്കുന്നതും ഇസ്രായേലിന് ഭീഷണിയാകും. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വൻ സ്ഫോടനത്തിന് കാരണം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മിസൈൽ ഇന്ധനമാണെന്ന റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് പുറത്തു വരുന്നത്. ഇറാൻ ചൈന വ്യാപാരം ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഈ സംഭവം. ഈ വർഷം ആദ്യമാണ് ചൈനയിൽ നിന്ന് അമോണിയം പെർക്ലോറേറ്റ് ഇറക്കുമതി ചെയ്തത്. മിസൈലുകൾ ചലിപ്പിക്കാൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയം പെർക്ലോറേറ്റ്. നിലവിലുള്ള US ഉപരോധപ്രകാരം ഇറാനിലേക്കുള്ള ഈ രാസവസ്തുവിൻ്റെ വിൽപ്പന നിയന്ത്രിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് 1000 ടണ്ണിലധികം രാസവസ്തു ചൈനയിൽ നിന്നെത്തിയത്. സ്ഫോടനം രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകളിൽ നിന്നായിരിക്കാമെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കൈകാര്യം ചെയ്യുമ്പോഴുണ്ടായ തെറ്റാണ് സ്ഫോടനമുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും അട്ടിമറി സാധ്യതയും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇസ്രായേലിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഇറാൻ ഇതിന് തിരിച്ചടി നൽകാതെ പോവില്ലെന്നതും ചരിത്രം നമ്മോട് പറയുന്നു. ഇറാനിലെ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ 65ഓളം പേർ കൊല്ലപ്പെടുകയും 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആണവ ചർച്ച മുന്നോട്ട് പോകുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകളും ഇറാനും അമേരിക്കയും വ്യക്തമാക്കുന്നതും. കഴിഞ്ഞ ശനിയാഴ്ച ഒമാൻ്റെ മധ്യസ്ഥതയിൽ US മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം അബ്ബാസ് അരഗ്ജി ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. കൂടുതൽ പുരോഗതി ഉണ്ടായതായി ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ ലക്ഷ്യം. പകരമായി ഇറാനെ അന്താരാഷ്ട്ര ഉപരോധത്തിൽ നിന്ന് മോചിപ്പിക്കും.